മലയാളികളുടെ അഭിമാനമായി മാറുകയാണ് ഇപ്പോൾ നടി അഞ്ജലിയുടെ മകളുടെ വാർത്ത. നടി അഞ്ജലി എല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ്, എല്ലാവർക്കും നന്നായി അറിയാം. എന്നാൽ അഞ്ജലിയുടെ മകൾ ഇപ്പോൾ സൂര്യ അഭിനയിച്ച് ഏറ്റവും തിയേറ്ററിലെത്തിയ ചിത്രമായ റെട്രോയിൽ നല്ലൊരു വേഷം ചെയ്തതിനെക്കുറിച്ച് പലർക്കും അറിയില്ലായിരുന്നു. തിരുവനന്തപുരത്തും കേരളത്തിലുമൊക്കെയായി പ്രമോഷൻ എത്തിയപ്പോഴായിരുന്നു സൂര്യ തന്നെ ഇക്കാര്യം അറിയിച്ചത്. നടി അഞ്ജലിയുടെ മകൾ എൻ്റെ സിനിമയിലുണ്ടെന്ന്. എന്നാൽ മകൾക്ക് ഷൂട്ടിങ്ങിനെതിരെ പറ്റിയ ചില അപകടത്തെക്കുറിച്ചാണ് അഞ്ജലി പറയുന്നത്. കയ്യിലൊക്കെ പൊള്ളലേറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത്. കുഞ്ഞിനെന്ത് പറ്റിയതാണ് എന്ന് എല്ലാവരും ചോദിച്ചെത്തിയിരുന്നു. അതീവ തീവ്രത എത്രത്തോളം വലുതായിരുന്നുവെന്ന് പ്രേക്ഷകർക്ക് അറിയുന്നത് അപകടം സംഭവിച്ച സമയത്തെ ആവണിയുടെ വീഡിയോ അഞ്ജലി പങ്കുവച്ചപ്പോഴാണ്. തീയുടെ ചൂടേറ്റ് പൊള്ളിയ ആവണിയുടെ കയ്യിൽ കുമിളകൾ വന്നതിൻ്റെ ഭീകരമായ അവസ്ഥ അഞ്ജലി വീഡിയോയിലൂടെ വ്യക്തമാക്കി. ആവണിയുടെ കയ്യിൽ മാത്രമല്ല, കണ്ണിനും ചെവിയിലുമൊക്കെ പൊള്ളലേറ്റിരുന്നു. കാശിയിൽ ചിത കത്തുന്ന സീൻ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ആവണിക്ക് പൊള്ളലേറ്റത്. ചിത കത്തിക്കുന്ന സീനിൽ ആവണിയുമുണ്ട്. ചിത്രീകരണത്തിനിടെ വല്ലാത്ത കാറ്റടിച്ചപ്പോൾ ചിതയിൽ തീ ആവണിയുടെ ദേഹത്തേക്ക് അടിച്ചു. പെട്ടെന്നായതുകൊണ്ട് സെറ്റിലുള്ളവർക്കും ആവണിയെ രക്ഷിക്കാനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എല്ലാവരും ആദ്യമൊന്നും ഭയന്നുപോയി. ആവണി അഭിനയിച്ച് തിയേറ്ററുകളിലെത്തിയ സിനിമ സൂര്യനായകനായ റെട്രോയാണ്. നായിക പൂജ ഹെഗ്ഡെയുടെ ബാല്യകാലമായിട്ടായിരുന്നു ആവണി അവതരിപ്പിച്ചത്. സിനിമയുടെ പ്രമോഷനായി കേരളത്തിൽ റെട്രോ ടീം എത്തിയപ്പോൾ ആവണിക്ക് സെറ്റിൽ വെച്ചുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് നടൻ സൂര്യ തന്നെയാണ് സ്റ്റേജിൽ വെച്ച് പറഞ്ഞത്. അപ്പോഴാണ് പ്രേക്ഷകർ ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയമായി. ഇപ്പോൾ എല്ലാവരും ആവണിയോടും അഞ്ജലിയോടും ഇതേ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്. കണ്ണിൻ്റെ ഭാഗവും നെറ്റിയുടെ ഭാഗവും പുരികവും ചെവിയും പൊള്ളിയിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്ത് നടന്ന റെട്രോ സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങിൻ്റെ വീഡിയോയിൽ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും. നടൻ സൂര്യ സാർ ആവണിയെ വേദിയിലേക്ക് ക്ഷണിച്ച് അവളുടെ കൈകൾ പിടിച്ച് ഉയർത്തുകയും കൈകൾ പിടിച്ച് റെട്രോ ഷൂട്ടിൻ്റെ ലൊക്കേഷനിലുണ്ടായ തീപിടുത്ത അപകടത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് വെച്ച് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ആവണിയുടെ അനുഗ്രഹത്തിന് നൽകിയ പിന്തുണയും കരുതലിനും സ്നേഹത്തിനും എല്ലാവർക്കും നന്ദി. സൂര്യ സാറിന് നന്ദി അറിയിക്കുന്നു. കഠിനമായ വേദന അനുഭവിച്ചിട്ടും അഭിനയത്തിലുള്ള അവളുടെ അഭിനിവേശവും സമർപ്പണവും കണ്ട് ഞങ്ങളുടെ കുടുംബം ഞെട്ടിപ്പോയെന്നും അവളുടെ കണ്ണുകൾ, പുരികം, മുടി, ചെവി, കൈ എന്നിവയെല്ലാം തന്നെ തീയടിച്ചുവെന്നും അപകടശേഷം സംവിധായകനും സംഘവും ഒക്കെ തന്നെ ആവണിയോട് വീട്ടിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചപ്പോഴും ആവണി അതിന് തയ്യാറായില്ല എന്നുകൂടിയാണ് പറയുന്നത്. ഇടവേളയെടുത്ത് ധൈര്യപൂർവ്വം 1 മണിക്കൂറിന് ശേഷം തിരികെ എത്തി രംഗങ്ങൾ പൂർത്തിയാക്കാൻ ആവണി സഹകരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അത്ര നല്ല മിടുക്കിക്കുട്ടിയായി തന്നെയാണ് അവിടെ സഹകരിച്ചു നിന്നത്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു. എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട്. കാരണം ആവണി അത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് അതിൽ പെരുമാറിയതെന്ന് പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പ്രേക്ഷകരെല്ലാവരും പങ്കുവയ്ക്കുന്ന വാർത്തയുമായി മാറുകയാണ്. പ്രേക്ഷകരോട് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അപകടശേഷം സംവിധായകനും സംഘവും ആവണിയോട് വീട്ടിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചപ്പോഴും പോകാതെ അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ടുനിന്ന ആവണിക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ കൈയടിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.